നമ്മളെ കോസ്റ്റ് ഓഫ് അഡിക്ഷൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലാണ്. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും ഇതിൻ്റെ ഫിസിക്കലായിട്ടുള്ള എഫക്റ്റുകളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു, എന്തൊക്കെയാണ് ഇഷ്യൂസ്, ഇത് ഹെൽത്തിൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്, സോഷ്യലായിട്ട് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പം ഫിസിക്കലായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ്. കാരണം ഈ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ശാരീരിക ആരോഗ്യത്തിന് ഭയങ്കരധികം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൽ ചെറിയ ഷോർട്ട് ടൈം എഫക്റ്റുകളുണ്ട്, ലോങ് ടൈം എഫക്റ്റുകളുണ്ട്. അതായത് വളരെ കുറഞ്ഞ ഡ്യൂറേഷനിൽ ഉണ്ടാകുന്നതും പിന്നെ കുറേ കാലഘട്ടങ്ങൾ കൊണ്ട് വന്ന് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എഫക്റ്റുകളുണ്ട്. അതായത് മനുഷ്യൻ്റെ ശാരീരികമായ സിസ്റ്റത്തിൽ ഒരുപാട് സ്ഥലത്ത് ഇത് ഹാംഫുള്ളായിട്ട് ബാധിക്കുന്നുണ്ട്. ഒന്ന് ഓർഗൻ ഡാമേജ് ആണ്. ഈ ഡ്രഗ്സ് ക്യാൻ കോസ് സിഗ്നിഫിക്കൻറ്റ് ഡാമേജ് ടു വൈറ്റൽ ഓർഗൻസ് സച്ച് ആസ് ലിവർ, ലങ്സ്, ഹാർട്ട് ആൻഡ് ബ്രെയിൻ. മെയിനായിട്ടുള്ള ഓർഗൻസ് ആണ് ലിവർ, ലങ്സ്, ഹാർട്ട്, ബ്രെയിൻ. ഈ നാലിനും വളരെ മാരകമായ രീതിയിൽ തന്നെ ഇത് അഫക്റ്റ് ചെയ്യും. വളരെ ചെറിയ യൂസേജ് വേണ്ടുകൊണ്ട് യൂസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും. അത് മാരകമായ രീതിയിൽ തന്നെ അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. വീക്കെൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് നമ്മുടെ പ്രതിരോധ ശേഷി, സബ്സ്റ്റൻസ് അബ്യൂസ് പോലത്തെ സംഭവങ്ങളുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ പ്രതിരോധ ശേഷി ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ചെറിയ ഒരു പൊടി കാറ്റടിച്ച് കഴിഞ്ഞാൽ അത് അസുഖങ്ങളുണ്ടാവും. അത് കുറേ അധികം മറ്റുള്ള രോഗങ്ങളിലേക്കും ഇത് നമുക്ക് കാരണമാവും. ഇനി ഇൻഫെക്ഷൻ റിസ്കുകൾ. നമ്മൾ എന്ത് ഇൻ്റർവെൻഷൻ ഡ്രഗ്സ് യൂസ് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ഇൻക്ലൂഡിങ് HIV, ഹെപ്പറ്റൈറ്റിസ്, അങ്ങനെ ചെറിയ അങ്ങനത്തെ എല്ലാവിധ ഇൻഫെക്ഷനുകൾക്കും ഇത് കാരണമാകുന്നുണ്ട്. മെൻ്റൽ ആൻഡ് ഇമോഷണൽ എഫക്ട്സ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ. അതായത് നമുക്ക് മാനസികമായിട്ട് ഉള്ള എഫക്റ്റ്, ഈ ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാനസികമായിട്ട് എന്ത് ഇഷ്യൂസാണ് ഉണ്ടാകുന്നത്, നമ്മൾ ഇമോഷണലായിട്ട് എന്തൊക്കെ ഇഷ്യൂസാണ് ഉള്ളതെന്നെല്ലാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഈ ഡ്രഗ് എന്ന് പറയുന്നത് നമ്മളുടെ ശാരീരിക ആരോഗ്യം മാത്രമല്ല, നമ്മളെ മനസ്സും അതുപോലത്തെ നമ്മളുടെ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇത് അഫക്റ്റ് ചെയ്യും. ഭ്രാന്തനാവും എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് ആളുകൾ പോകും. വേറെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ അതിൽ 2-3 കേസുകളുണ്ട്. ഒന്ന് കോഗ്നിറ്റീവ് ഡിക്ലൈനാണ്. നമുക്ക് മെമ്മറി, അതായത് ഓർമ്മശക്തി കുറയും. അത് നമുക്ക് പഠിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ നമുക്കൊരു തീരുമാനം എടുക്കാനുള്ള കഴിവുകളൊന്നും ഇല്ല, അതെല്ലാം നഷ്ടപ്പെടുന്നു. കാരണം ബ്രെയിനിനെ മാരകമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർമ്മശക്തി, പഠിക്കാനുള്ള കഴിവുകൾ, ഒരു ഡിസിഷൻ മേക്കിങ്, തീരുമാനമൊക്കെയുള്ള കഴിവുകളൊക്കെ കുറയും. അതുപോലെ തന്നെ നമ്മളുടെ മൂഡ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഒരു സമയത്ത് ഭയങ്കര എനർജറ്റിക്കായി സംസാരിച്ചാൽ ചില സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കും, ചില സമയത്ത് ചിരിച്ചുകൊണ്ടിരിക്കും, ചില സമയത്ത് എല്ലാവരോടും ദേഷ്യപ്പെടും. അതുപോലെ തന്നെ ഓരോ ആൾക്കാർ സംശയരോഗങ്ങൾ ആയിട്ടുണ്ടാകുന്ന സംശയരോഗങ്ങളാണ്. അവനെ ഉദ്ദേശമാണ്, അവനെന്നെ കൊല്ലാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംശയരോഗങ്ങൾ, അങ്ങനെ ഒരു ഭ്രാന്ത് എന്നുള്ള അവസ്ഥയിലേക്ക് വരെ ഇതെത്തിക്കും. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് മാനസികാരോഗ്യത്തിൻ്റെ റിസ്കുകളാണ്. അതായത് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ, ആങ്സൈറ്റി പോലത്തെ ഡിസോർഡേഴ്സൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും ഇതിന് വളരെ കൂടുതലാണ്. ഇത്തരം ഒരു അഡിക്ഷനിലൂടെ അങ്ങനെ കുറേ കാര്യങ്ങളിലേക്കാണ് മാനസികമായ എഫക്റ്റുകൾ ഉണ്ടാകുന്നത്. ഇനി സാമൂഹികമായ എഫക്റ്റുകളൊന്ന് ആലോചിച്ച് നോക്കൂ. സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഒന്നാമത് കുറേ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കാരണം ഇത് ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങൾ, ചിലപ്പോൾ ഭാര്യ ഉപയോഗിച്ച് പോവുക, അല്ലെങ്കിൽ ആളുകളാരും കുടുംബത്തിലെ ആളുകളാരും അടുപ്പിക്കാതിരിക്കുക, സംശയത്തോടെ നോക്കുക, ബന്ധങ്ങളെല്ലാം തകർന്നു പോവുക, അല്ലേ? കുടുംബ ബന്ധങ്ങൾ മുഴുവനായിട്ടും തകർന്നു പോകും. നമ്മളുടെ പ്രൊഫഷണൽ ലൈഫ്, കാരണം നമുക്ക് ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യാൻ കഴിയില്ല. മറവി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓഫീസ് ജോലികളാണെങ്കിലും മറ്റു ജോലികളാണെങ്കിലും ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പൈസ ഉണ്ടാവില്ല. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഇത് അടിച്ചതുകൊണ്ട് പുറത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ അടിപിടിയോ കുത്തോ കൊലപാതകങ്ങളോ നടത്തിയിട്ടുണ്ട്. ലീഗൽ ഇഷ്യൂസ്, അതായത് നിയമപരമായ ലീഗലായിട്ടുള്ള ഇഷ്യൂസ്, കേസുകൾ, പോലീസ്. പിന്നെ ഇങ്ങനെ ഇത്രയും സംഭവങ്ങൾ ഇതിനകത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പം ഈ
നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഈ സാധനമാണ്. ഈ സാധനം അടിച്ചുകൊണ്ട് ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഈ സോഷ്യലായിട്ടും എക്കണോമിക്കായിട്ടും ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഒക്കെ വളർന്നു വന്നു. ഓക്കെ, അപ്പം ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതലായിട്ടും അതെന്താണ് എങ്ങനെയെന്ന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളും ഒക്കെ പഠിക്കാം. പിന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എപ്പിസോഡുകൾ കൊണ്ടുപോകും. അപ്പം ഓരോന്ന് എപ്പിസോഡുകളായിട്ട് നന്നായിട്ട് കണ്ട് നിങ്ങളെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.